ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കേക്കാണ്. ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടർ ക്രീമാണ്. നമുക്കിന്ന് ബേക്കറികളിലൊക്കെ ബട്ടർ ക്രീം വെച്ചിട്ടുള്ള കേക്ക് കിട്ടുന്നത് കുറവാണ്. കൂടുതലും ഫ്രഷ് ക്രീമും അല്ലെങ്കിൽ ഐസ്ക്രീം കേക്കുകളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ക്രീം വെച്ചുകൊണ്ടുള്ള ഈ കോഫി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. അരക്കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടി മൈദ ചേർക്കുന്നുണ്ട്. മൊത്തം 1/4 കപ്പ് മൈദ. 1/4 കപ്പിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ അതിൽ അളന്നാൽ മതി. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അരക്കപ്പും 1/4 കപ്പും എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2-3 നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി, അതല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനൊരു കപ്പിൽ 5 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ്. 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യണം. ഞാനിവിടെ നെസ്കഫേയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഫി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. ഒരു ബൗളിൽ ഞാൻ 5 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ള മറ്റൊരു ബൗളിലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കോഫിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, കനോള ഓയിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മൈദ കൂട്ടി ഇതിലേക്ക് ചേർത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്തതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്യുക. സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. 5 മുട്ടയുടെ വെള്ള ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതായത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷമായിരിക്കണം 1/4 കപ്പ് അളന്നെടുക്കേണ്ടത്. നമ്മൾ മൈദയൊക്കെ അളന്ന അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കണ്ട. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ പഞ്ചസാര ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. മുഴുവൻ പഞ്ചസാരയും മുട്ടയിലേക്ക് ചേർത്തിട്ടുണ്ട്. മുട്ട ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബൗള് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെ വെള്ള അടിച്ചതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയും മൈദയും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. സ്പീഡ് കൂട്ടിയിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. കേക്ക് നന്നാവില്ല. പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക.
ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാം. ഞാൻ ഇപ്രാവശ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മറ്റോ പുരട്ടിയാൽ മതി. വെളിച്ചെണ്ണ പുരട്ടരുത്, വല്ലാത്തൊരു സ്മെല്ലായിരിക്കും, അതേപോലെ ടേസ്റ്റും ആയിരിക്കും. ഈ പാത്രം ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാവൂ. ഏറ്റവും ചെറിയ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിലാണ് ഞാൻ ഈ പാത്രം വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത്. ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ട് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഒരു 1-2 മിനിറ്റിന് ശേഷം മാത്രം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അതേപോലെ ഏറ്റവും ചെറിയ ബർണറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഇതുപോലെ വുഡൻ സ്ക്രൂവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കളയാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെക്കാം. ഒന്ന് 2 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം. മൂടിക്ക് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ പാത്രം, അതായത് കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി കട്ടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അടിയിലൊരു പഴയത് മാത്രമേ വെക്കാവുള്ളൂ, യൂസ് ചെയ്യുന്ന പാത്രം വെക്കരുത്. ഇതുപോലെ അടിയിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിൻ്റെ മൂടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. അടിയിൽ വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിഭാഗം കരിയുന്നത് ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണിപ്പോൾ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 35 മിനിറ്റ് മാത്രം മതിയാവും ഈ കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കത്തി നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ക്രീം ചെയ്യാം. ഏകദേശം 4-5 മണിക്കൂറെങ്കിലും എടുക്കും കേക്ക് നന്നായിട്ട് തണുത്ത് വരാൻ. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടായ പാല് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പാലും കോഫി പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർക്കാം. ബട്ടറും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബട്ടർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 1/2 മിനിറ്റോ മറ്റോ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് പുറത്ത് വെച്ചതുകൊണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസിങ് ഷുഗർ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല, തരികളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത പഞ്ചസാര ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും കുറേ തരികളുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് പഞ്ചസാര കടിക്കും. അപ്പോൾ ഈ പഞ്ചസാരയും ബട്ടറും കൂടി ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഓൺ ചെയ്യാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര പുറത്തേക്കൊക്കെ തെറിക്കും.
ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. നമുക്ക് ഈ സമയത്ത് റെഡിയാക്കി വെച്ച കോഫി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ ക്രീം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് കട്ടിയായി വരണം. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കും തണുക്കും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു കേക്ക് സ്റ്റാൻഡിൽ 2 പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ഒരു നൂല് ഉപയോഗിച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കേക്ക് റെസിപ്പിയിലും കാണിക്കുന്നതാണ്. നൂല് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നേർ പകുതിക്ക് വെച്ചിട്ട് നൂല് ഇങ്ങനെ വെച്ച് വലിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് കട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഒരു പീസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ബട്ടർ ക്രീം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ക്രീമിൽ നിന്നും 1/3 ഭാഗം എടുത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ ക്രീമിൻ്റെ 1/3 ഭാഗം മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റേ പീസ് കേക്കും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ചേർക്കാം. ഇനി ബാക്കിയുള്ള ബട്ടർ ക്രീം മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. വശങ്ങളിലും മുകളിലൊക്കെ നന്നായിട്ട് ബട്ടർ ക്രീം പുരട്ടി കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ക്രീം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ അടിയിൽ വെച്ച ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ 2-3 ചെറീസും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ കേക്ക് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഈ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വളരെ ടേസ്റ്റാണ്. ഒരു കോഫി ഫ്ലേവറോട് കൂടിയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. എന്തായാലും കോഫി ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ വിപ്ഡ് ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്